ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് കാർ പോർച്ചിൻ്റെ വർക്ക് പുരോഗമിച്ച് വരികയാണ്. ആ കാർ പോർച്ച് നമ്മൾ ചെയ്ത് ഏതാണ്ട് ഫിനിഷ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പാറ്റേൺ നമ്മൾ മുകളിൽ മുമ്പ് ചെയ്ത സെയിം ആണ്. പക്ഷേ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമുള്ളത്, നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ACP ആണ്. അത് നമ്മൾ ഫുള്ളായിട്ട് അടിയിൽ നമ്മൾ താഴെ ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് ACPൻ്റെ വുഡൻ പാനൽ ബെൻഡ് ചെയ്തുകൊണ്ടാണ്, റൂട്ട് അടിച്ച് ബെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്ന പാനൽസ് വോക്സിൻ്റെ പാനലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും കുറച്ചും കൂടി ലോ കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന TKT പാനൽ, വുഡൻ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 3 മെറ്റീരിയൽസും നമുക്ക് കാണാൻ പറ്റും. മൂന്നിലുള്ള ഇത് നമുക്ക് കറക്റ്റ് വുഡൻ ഫിനിഷ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അതേസമയം ഇതിനകത്തുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഒരു സ്ട്രോങ് മെറ്റീരിയൽ അല്ല, അത്രയേ ഉള്ളൂ. അതെന്തെങ്കിലും തട്ടിയാൽ, അത് ചെറുതായിട്ട് തട്ടിയാലും അത് ഹോൾ വരാൻ ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാനിത് എളുപ്പമാണ്. ആക്ച്വലി ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ടായിരുന്നു, ക്രിസ്റ്റൽ വർക്കിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ടോപ്പിലെ വർക്ക് ചെയ്ത സമയത്ത് അതിനുള്ള ഈ വീഡിയോയിൽ ഈ കാർ പോർച്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ക്രിസ്റ്റൽ പൊട്ടിയിട്ട് വെള്ളം ഇറങ്ങി, അതൊരു കംപ്ലയിൻ്റ് ആണ്. ക്രിസ്റ്റൽ കാലക്രമേണ ഇപ്പോഴും വാറണ്ടി പറഞ്ഞാലും ഈ ക്രിസ്റ്റൽ പോളികാർബണേറ്റ് ഷീറ്റിലൊന്നും ഈ വെയിലത്ത് കിടക്കുന്നില്ല, എല്ലാം പൊളിഞ്ഞ് പോവാണ്. അപ്പോൾ അതിനെ ഇവർക്ക് മാറ്റിയിട്ട് ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഓപ്ഷൻ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ഇവിടെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ വീടിൻ്റെ ഭംഗി തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന അതേ കട്ടാണ്, അവിടെ ഒരു കട്ടാണ്, സെയിം കട്ട് ഇവിടെ ഉണ്ട്. നമുക്കിനി അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ടോപ്പ് വശവും കൂടി സെയിം ഇതേ ഒരു കട്ടിൽ ചെയ്തെടുക്കണം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ അത് ക്ലയൻറ്റുമായി സംസാരിച്ച് അത് കൺവിൻസ് ആണെങ്കിൽ നമ്മൾ അതും കൂടി ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഫൈനലായിട്ട് നമുക്ക് വരുന്ന എലിവേഷൻ ലുക്ക് വളരെ ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം വർക്ക് ചെയ്യുന്നവർ മാക്സിമം, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്തൊരു ചെറിയൊരു എന്താ പറയുക, ഈ ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ലെങ്ത്ത് അനുസരിച്ചിട്ട് ഒരു പൊടിക്ക് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവൽ വെച്ചിട്ട് ഒരു പൊടിക്ക് സ്ലോപ്പ് കൊടുക്കുക. എന്തെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷീറ്റ് എന്ന് പറയുന്നത് ചെറിയ ഗ്ലാഡിങ് ഷീറ്റാണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അത് കാണിക്കാം. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള PVC പൈപ്പും നമ്മൾ സെയിം ബ്ലാക്ക് പെയിൻറ്റും അടിച്ച് അതും ഇതേ കളറൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ വളരെ കുഞ്ഞ് കർവാണ് നമ്മൾ ഈ ഷീറ്റിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് നമ്മുടെ ട്രഫോർഡ് ഷീറ്റിൽ വെള്ളം പോകുന്നത് പോലത്തെ ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം നല്ല മഴയ്ക്ക് ഇതിൽ ചെറിയ പാന്തായതുകൊണ്ട് തന്നെ, സ്ലോപ്പും കുറവായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. ആ സമയം ഈ ജോയിൻറ്റ്സ്, നമ്മൾ പൈപ്പിൻ്റെ ജോയിൻറ്റ്സിൽ വെള്ളം കയറി അകത്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ജോയിൻറ്റ്സിന് ഉള്ളിൽ നമ്മൾ 3 അതിൻ്റെ ജോയിൻറ്റ്സ് കയറ്റിയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അതേസമയം അത് ഓവർലാപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ സിലിക്കോണും കൂടി വച്ച് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടി നിന്നാലും ഉള്ളിലോട്ട് കയറത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഇതേ തരം വർക്കിൽ ആ വീഡിയോയിലൊക്കെ ഞാൻ ഇത് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മളീ പറഞ്ഞതുപോലെ ആ ഒരു എഡ്ജിൽ വെള്ളം നല്ല ഫോഴ്സ് വരുമ്പോൾ അകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഞാൻ കാണിക്കാം, ഈ സൈഡില്ല, ഇത് നമ്മൾ അകത്ത് കയറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ നമ്മൾ പ്ലെയിൻ ഷീറ്റ് കൺസീൽഡായിട്ട് അടിച്ച് കമഴ്ത്തിയെടുക്കും. അപ്പം വെള്ളം ഓവർഫ്ലോ അകത്തോട്ട് പോവില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അകത്ത് PU ഫോം അതുകൂടെ അടിച്ച് ഫില്ല് ചെയ്യുക.
ഈ സൈഡിൽ അതേപോലെ സെയിം ഗ്രേ കളർ ഷീറ്റ് വെച്ച് പതിച്ചിട്ട് അതിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഓവർഫ്ലോ വന്നാലും അങ്ങോട്ട് മറിയത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ വർക്ക് ചെയ്താൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും, മെയിൻ്റെനൻസ് തീരെ വരില്ല. ഈ എഡ്ജ് കണ്ടല്ലോ, എഡ്ജിലും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എഡ്ജ് നമ്മൾ ഷീറ്റ് കിട്ടിയ പാടെ അങ്ങനെ അടിച്ചിരിക്കുമല്ല, അതിനെ ഒരു പൊടിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ആ സൈഡിൽ ഈ സൈഡിലോട്ട് നമുക്ക് ഹൈറ്റ് കുറവാണ്, ഈ സൈഡിലോട്ട് നമുക്ക് വളയ്ക്കാനായിട്ട് സ്പേസ് കിട്ടും. അപ്പം അവിടെ നമുക്ക് ചരിവ് കുറവായതുകൊണ്ട് തന്നെ ഒരു പൊടിക്ക് ചരിച്ച് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് വച്ച് നമ്മൾ അടിക്കുകയാണെങ്കിൽ അവിടെ പക്ക ഫിനിഷിംഗ് ആയിരിക്കും. പിന്നെ അതിൽ വെതർ സിലിക്കോണും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ടാണ് ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മഴയത്ത് നല്ല രീതിയിൽ വെള്ളം വരും. നമ്മൾ അടിവശം സീലിംഗ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായ കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ എനിവേ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് വെച്ച് തന്നെ ധാരാളം വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു എവരിവൺ.